respected teachers, proud parents, and your talented students. On behalf of Stella Maris LPS, a warmly welcome you all to our annual celebration. Today, we gather to acknowledge the achievement, talents, and hard work of our students, teachers, and staff as we celebrate another year of learning, growth, and progress. We take pride in school, commitment to excellence, innovation, and community. I'm here to welcome the one and who present here. Today we have our chief guest, Mr. Arunas Nair IAS, and his coming show of Kerala. In spite of his busy service life, he found to take part in a happiness, so a warm welcome function. At this moment, we are blessed with the presence of Lord's sister, Lord Mother Francisca Methodia, Provincial Superior of Narmala venue, who guides and supports our school every activities. She's been with us every needs and deeds, in tandem with wholehearted support. Mother, a warm welcome function. We are grateful to the presence of Lord Sister Sophie Maria Dia, local manager of our school. She supports us in every activities and guided us toward this academic year. Her leadership played a great role in the success of our school. Sister, a warm welcome function. Today, we are grateful to the presence of Lord Sister Nasima Dia, headmistress of our school, who has been working day and night for the expanded enhancement of school. With her good smile and gentle behavior, she played a great success and achievements of the academic year. On this joyful evening, we have the presence of Lord Shanti Teresa Dia, Lord Fathers and Lord Sisters. We are very delighted to have your presence and we warmly welcome all of its function. Guardians for unwavering support and encouragement mean the world to us. We are grateful for your partnership in a child's education and for being part of our school community. I welcome all of its function. Thank you. Thank you, Arde. Now let's take a look at the achievements and milestones of Stella Maris LPS over the past year. വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സ്കൂൾ വാർഷിക ദിനത്തിൻ്റെ എല്ലാ നല്ല ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. സ്റ്റെല്ല മാരീസ് LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന്. നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിൻ്റെ മികവിൻ്റെ ഒരു വർഷം കൂടി കാണാൻ, ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഒപ്പം ദൈവം തന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ, നേട്ടങ്ങളെ മനസ്സിലാക്കുവാനും പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കാനും ഉള്ള സമയമായി ഞാനിതിനെ കാണുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കുട്ടികളെ അറിവുള്ളവരാക്കുക എന്നതാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം പഠനത്തോടൊപ്പം തന്നെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ സ്കൂൾ ദിനാഘോഷം. ഓരോ കുഞ്ഞുങ്ങളും അവരവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് ഈ ദിനാഘോഷങ്ങളൊക്കെ നടത്തുക. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ഉള്ളിലെ പൂർണ്ണതകളെ പ്രകടമാക്കാൻ സഹായിക്കുന്നതാണ്. ഉള്ളിലെ കലാവാസനകളും നേതൃത്വ പാഠവും നന്മയുമൊക്കെ തിരിച്ചറിയുവാൻ തുടങ്ങുന്നതും ഈ കാലഘട്ടങ്ങളിലാണ്. ഈ വിദ്യാലയത്തിലാണ് കുഞ്ഞുങ്ങൾ
തങ്ങളുടെ മനസ്സും സ്വഭാവവും രൂപപ്പെടുത്തുന്നത്. കൂട്ടായ്മകളും നന്മകളും മാനുഷിക മൂല്യങ്ങളും സ്വാംശീകരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൻ്റെ, സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്. ഈ സ്കൂൾ ജീവിതത്തിലൂടെ ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ നേടാനും നല്ല മനുഷ്യരായി തീരാനും നമുക്ക് കഴിയട്ടെ. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വളർത്തുന്ന, നന്മ ചെയ്യുന്ന, ഈശ്വരവിശ്വാസമുള്ള, മാതാപിതാക്കളെ, ഗുരുഭൂതരെ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, നന്നായി പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, വളർച്ചയുടെ, സ്വഭാവ രൂപീകരണത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ വിദ്യാലയത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രതലത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വിജയവും ഭാവി ജീവിതവും ഒക്കെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്ന് ഓർക്കുക. ഇത്ര മനോഹരമായി ഇന്നത്തെ ഈ പ്രോഗ്രാമുകൾ ക്രമീകരിക്കുകയും സ്കൂളും പരിസരവും അലങ്കരിച്ച് ഈ വാർഷികാഘോഷ പരിപാടികളുടെ ഭംഗിയാക്കാൻ ചുക്കാൻ പിടിച്ച സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദിൻസീമ DM, സിസ്റ്റർ ശാന്തി തെരേസ് DM, സിസ്റ്റർ സോഫ്മരിയ DM, എല്ലാ ത്യാഗസന്നദ്ധരായ അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, PTA മെമ്പേഴ്സ്, പ്രിയ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കർമ്മനിരതമായ പ്രവർത്തനങ്ങളെ ഏറെ വിലമതിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നതിന് നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീണ്ട 27ഉം 25ഉം വർഷങ്ങൾ ഈ സ്കൂളിലായിരുന്ന് വിദ്യാഭ്യാസ രംഗത്ത് പ്രശോഭിച്ച വൃന്ദ ടീച്ചറിനെയും അനിത ടീച്ചറിനെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അധ്യാപനം ഒരു തൊഴിലെന്നതിനേക്കാൾ ഉപരി ദൈവദത്തമായ ഒരു നിയോഗമായി കരുതി നിങ്ങൾ രണ്ടുപേരുടെയും നിസ്വാർത്ഥമായ സേവനവും അറിവും കഴിവുമെല്ലാം ഈ സ്കൂളിന് വേണ്ടി, സ്കൂളിൻ്റെ നന്മയ്ക്കായി അനേക വർഷം വിനിയോഗിക്കുവാൻ സന്മനസ് കാണിച്ചു. നിങ്ങൾ ഈ വിദ്യാലയത്തിന് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വിദ്യാലയ അന്തരീക്ഷത്തിൽ പൊഴിച്ച പ്രകാശരശ്മികൾ ഭാവി തലമുറകളിലൂടെ പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീർഘായുസ്സും ദൈവാനുഗ്രഹവും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകട്ടെ. ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. It's time to now be the school 62nd annual celebration. With great respect and pleasure, I invite Reverend Sister Sophie Maria DM, local minister of our school, to inaugurate the school 62nd annual celebrations by lighting the lamp and for the inaugural address. ആസ്വദിച്ചും ഇനിയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും
അവരുടെ കഴിവുകൾ കണ്ട് മനസ്സിലാക്കുവാനും ഒക്കെയാണ് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം 62 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനം ഈ പ്രദേശത്ത് സ്ഥാപിതമായി. അനേകം കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പല പല സ്ഥാപനങ്ങളിൽ പല പല പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനൊരു വലിയ പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ്. അതോടൊപ്പം അച്ചടക്കമുള്ള ഒരു സ്ഥാപനമായി ഇത് എന്നും നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാനിവിടുത്തെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വെളിയിൽ വെച്ചൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ ഓർക്കാറുണ്ട്, നിങ്ങളെ ബഹുമാനിക്കാറുണ്ടോ എന്നൊക്കെ. തീർച്ചയായിട്ടും അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് ടീച്ചറേ എന്നുള്ള വിളി. അവർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നും നമ്മുടെ ടീച്ചർ ഇവിടെ എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഒരല്പ നിമിഷം പോലും അവിടെ നിൽക്കാനായിട്ട് ഞങ്ങളെ അനുവദിക്കാറില്ല എന്ന്. അത്രമാത്രം മഹത്തരമായ ഒരു കാര്യമാണ് അധ്യാപനം എന്ന് പറയുന്നത്. ആ അധ്യാപനത്തിൻ്റെ ശിക്ഷണത്തിലൂടെ ഓരോ നിമിഷവും വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളോട് ഒരു ചെറിയ കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുത്തുകളാണ്. ആ മുത്തിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെളിയിലോട്ട് വലിച്ചെറിയാം. ഓരോ നിമിഷവും അതിനെ, ഓരോ ദിവസവും അതിനെ തൂത്ത് മിനുക്കി മനോഹരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ മുത്താണ് പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും ജീവനും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനോ അവരെ കരുതാനോ അവർക്ക് വേണ്ട സമയം കണ്ടെത്താനോ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാനും ചിരിക്കാനും വഴക്ക് കൂടാനും ഒക്കെ നമ്മുടെ കുട്ടികളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് 1ഉം 2ഉം കുഞ്ഞുങ്ങളിൽ അവശേഷിക്കുമ്പോൾ അവരുടെ കളികൾ, അവരുടെ ചിരികൾ, അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ ഇന്ന് മാതാപിതാക്കന്മാർക്ക് സാധിക്കാതെ പോകുന്നു. വേറൊരു കാരണം, മാതാപിതാക്കന്മാരിന്ന് എല്ലാ തരത്തിലും ജോലിയുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് എന്തുമാത്രം ജോലികളുണ്ടെങ്കിലും, എന്തുമാത്രം നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അവരെ തിരുത്താനും അവരുടെ കൂടെ ഇരിക്കുവാനും അവരെ കരുതാനും അവരുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുമെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പത്രമാസികകളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുട്ടികൾക്കും മുൻപോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ആൺകുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും കൊത്തിക്കൊണ്ടുപോകാൻ ധാരാളം പേര് ഇന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയിലൂടെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ കടത്തിവിടുമ്പോൾ നമ്മുടെ അധ്യാപകർ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അവരോട് സഹകരിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു കുഞ്ഞ് യഥാർത്ഥ മുത്തായിട്ട്, നല്ല മുത്തായിട്ട് ജീവിതകാലത്ത് വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടതായ എല്ലാ കൃപകളും മാതാപിതാക്കന്മാരായ നിങ്ങൾക്കും കുഞ്ഞുങ്ങളായ നിങ്ങൾക്കും അധ്യാപകരായ നിങ്ങൾക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആനുവൽ ഡേ ഏറ്റവും മനോഹരമായി നടക്കുവാൻ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. Good evening, dear ones. I am here to share some thoughts about my beloved Stella Mary School. I love my school very much. My school is located in the calm and serene surroundings of Nellimore. It is one of the best schools in our locality. Our action sister and
develop good qualities and observe valuable life lessons. We are really grateful to God who continually showers blessings upon us and our school. Allow my beloved Stella Mary's LP School. Thank you everyone. Thank you Diksha Krishnan for sharing your academic experience with us. I invite Mr. Shankumar as our panel representative to deliver felicitation. ഇങ്ങനൊരു അവസരം എനിക്കും എൻ്റെ കുട്ടികൾക്കും തന്ന സ്കൂൾ മാനേജ്മെൻറ്റിനോടും നിസീമ ടീച്ചറിൻ്റെ അടുത്തും എല്ലാ അധ്യാപകർക്കും എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ ആശംസ അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് 2 വാക്കുകൾ പറഞ്ഞ് ഞാനത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ 6 വർഷമായിട്ട് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഞാൻ ഇവിടെ വരാറുണ്ട്. അത് നമ്മുടെ അധ്യാപകരും അനധ്യാപകരും നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ HM നിസീമ മേഡവും നമ്മുടെ എല്ലാ കുട്ടികളെയും വളരെയധികം നല്ല രീതിയിലാണ് അവരെ കെയർ ചെയ്യുന്നതും അവരുടെ കലാവാസനകളും അക്കാഡമിക്കും എഡ്യൂക്കേഷണൽ പരമായുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കും അവർ നേരിട്ട് മുന്നിട്ടിറങ്ങി അവരുടെ കലാവാസനകളെല്ലാം കണ്ടെടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് എല്ലാ മത്സരങ്ങളിലും പങ്കെടുപ്പിച്ച് അവരുടെ കൂടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ എല്ലാം ചെയ്ത് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നിസീമ മേഡത്തിൻ്റെ അടുത്തും എല്ലാ അധ്യാപകരുടെ അടുത്തും നോൺ ടീച്ചിങ് സ്റ്റാഫ് എടുത്തും നമ്മൾ നന്ദി പറയുന്നു. 62ാമത് വാർഷികം ആഘോഷിക്കുന്ന സ്റ്റെല്ല മേരീസിലെ സ്കൂളിനും ടീച്ചേഴ്സിനും HM എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മളുടെ പേരൻസിൻ്റെ എല്ലാവരുടെയും പേരിലും ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് റിട്ടയർ ആകുന്ന ടീച്ചർമാർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I invite Anitha Kumari ma'am to go over to receive the honor. Now representing Nisima D. I am honoring Anitha Kumari ma'am with the shawl, and Sophie Maria D. I am handing over the momentum. And our mother Prasita Nadi D. I am handing over the check to her. Thank you, mother.
Please give a clap. Devananda A.S. Aaron V. Mahesh. Alvin S.R. Anurag S.S. Ivana Mary A.S. Angelina Binoy. Epanofa Varghese A.L. Thank you, Mother. Please be seated. Next, I invite Reverend Sister Sophie Maria D.M. to distribute the praises. Class verse 4, second standard. Alan T. Nived Krishna A.N. Adi Keshav A.S. Srinanda V.S. and Anne Maria Das. Next, class verse 4, third standard. Sadhana J.S. Srinidhi S.S. Anashwara B.A. Anandesh S.R. and Sanvi S. Next, class verse 4, fourth standard. Abhiram R.N. Shreya R.P. Srihari S.S. Shivananda S. Shyam. Gauri Nanda V.S. and Juana S. Baiju. Thank you, Mother. Please be seated. Thank you, Mother. Please be seated. Next, I invite our Mother Superior, Reverend Cressida Matthew, to distribute the praise. We are proud to announce out of 1928 schools that participated in IT and GK scholarship and coloring competition held by UNIS Academy. Our school also made it to list of top 380 schools and our students achieved remarkable position in the scholarship exam. The rank holders are: first rank goes to Anandesh from 3rd standard. Ananda Narayan A.L. UKG 2nd rank. Anamika S.M. 3rd rank from 4th standard. Srihari S.S. 4th standard 3rd rank. Admin Shine LKG 4th rank. Varadan S.M. UKG rank.
Thank you, Mother. Please be seated. The praise distribution is over. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇങ്ങനെ ഒരു സന്തോഷകരമായ നിമിഷം എനിക്ക് നൽകിയതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ഇതുവരെയുള്ള എല്ലാ ആനുവൽ ഡേയും വളരെ എക്സൈറ്റ്മെൻ്റാണ്. ഓടി നടക്കുകയാണ്, ഓരോ ഡ്യൂട്ടി ചെയ്യുക, ഡിസിപ്ലിൻ നോക്കുക, വരുന്ന ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മൾ പഴയ ടീച്ചേഴ്സിനെ കാണുന്നു, പഴയ കുട്ടികൾ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് എനിക്കും അനിത ടീച്ചറിന് ഒരു ഡ്യൂട്ടിയും ഇല്ല, ഫുൾ റെസ്റ്റായി. അതുകൊണ്ട് അത് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. എൻ്റെ 4 നൂറ്റാണ്ട് പിന്നിട്ട ഈ അധ്യാപന ജീവിതത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 27 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ഈ വർഷം തിരശ്ശീല വീഴുകയാണ്. സ്റ്റെല്ല മേരീസിൽ നിന്ന് റിട്ടയർ ആകുന്നു എന്ന കാര്യം ഞാനോ എൻ്റെ മനസ്സോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാരണം സ്റ്റെല്ല മേരീസ് LPS എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഞാൻ എൻ്റെ ജീവിത താളം ചിട്ടപ്പെടുത്തിയത് തന്നെ സ്റ്റെല്ല മേരീസിൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്നാണ്. എനിക്കിവിടെ ഒരു ടീച്ചറായി ചേരുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും കഴിഞ്ഞത് ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുകയാണ്. കാരണം അത്രയേറെ വിദ്യാർത്ഥികളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു, അത്രയേറെ നല്ല പാരൻസുമായി എനിക്ക് ഇടപഴകാൻ സാധിച്ചു. അതൊക്കെ വലിയ ഒരു ഭാഗ്യവും അനുഗ്രഹവുമായി ഞാൻ കരുതുകയാണ്. അതോടൊപ്പം ധാരാളം സിസ്റ്റേഴ്സിനെയും എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അതുവരെ എനിക്ക് ഒരു സിസ്റ്ററുമായി ഒരു പരിചയവും ഇല്ലായിരുന്നു. അതും എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ആദ്യ ദിനം എൻ്റെ ഓർമ്മയിൽ മിന്നിത്തെളിയുകയാണ്. ഞാൻ അന്ന് മഠത്തിൽ പോയിട്ടാണ് ഇവിടെ വന്നത്. അന്ന് വിമല മദറായിരുന്നു എന്നെ ഹൈസ്കൂളിലെ ക്ലർക്ക് സിസ്റ്ററായിരുന്ന ജോസ് മേരി സിസ്റ്ററാണ് എന്നെ ഓഫീസിൽ കൊണ്ടുവന്നത്. 1998 അത്. അന്ന് റവറൻ സിസ്റ്റർ മേരി മൈക്കിളായിരുന്നു ഞങ്ങളുടെ HM. സിസ്റ്ററാണ് എന്നെ ഒരു ടീച്ചറായി ഇവിടെ നിയമിച്ചത്. മൈക്കിളമ്മ എന്ന് പറയുമ്പോൾ വളരെ സ്നേഹമതിയായ ഒരു HM ആയിരുന്നു. സിസ്റ്റർ എന്നെ ഒരു മകളെ പോലെ ചേർത്ത് പിടിച്ചിരുന്നു. മൈക്കിളമ്മയുടെ ചിട്ടയായ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ആ ഒരു ജീവിത രീതിയിൽ നിന്നാണ് ഞാൻ ഒരു സിസ്റ്ററിൻ്റെ ജീവിതം എങ്ങനെ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതുവരെ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. മൈക്കിളമ്മ എല്ലാ ആനുവൽ ഡേക്ക് ഇവിടെ വരാറുള്ളതായിരുന്നു. ഇന്ന് മൈക്കിളമ്മ നമ്മളോടൊപ്പം ഇല്ല. ഈ നിമിഷത്തിൽ ഞാൻ മൈക്കിളമ്മയെ ഓർക്കുകയും മൈക്കിളമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യണം. എൻ്റെ ഈ കാലഘട്ടത്തിൽ 10ഓളം സിസ്റ്റേഴ്സ് പ്രധാന അധ്യാപികമാരായി വന്നു പോയിട്ടുണ്ട്. അതിൽ മൈക്കിളമ്മ, അർച്ചന സിസ്റ്റർ, നിസീമ സിസ്റ്റർ, സാന്ത്വന സിസ്റ്റർ, വിനീത സിസ്റ്റർ, ജൈനോ സിസ്റ്റർ, ആനി സിസ്റ്റർ, സിസ്റ്റർ ജോബിൻ തെരേസ, സിസ്റ്റർ ഷീൻ മരിയ, സിസ്റ്റർ ഷാലോ, സിസ്റ്റർ നിസീമ DM. ഇത് സിസ്റ്ററിൻ്റെ 2ാം ഊഴമാണ് ഇപ്പോൾ നമ്മുടെ HMൻ്റെ. ഈ സിസ്റ്റേഴ്സ് എല്ലാം, HM സിസ്റ്റേഴ്സ് എല്ലാം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെൻ്റെ ജീവിത പുസ്തകത്തിൻ്റെ ഓരോ ഏടുകളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ HM സിസ്റ്റേഴ്സിനെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഇവിടെ ക്ലർക്ക് സിസ്റ്റേഴ്സ് നമുക്കുണ്ടായിരുന്നു. അതിൽ എനിക്ക് ക്ലാരി സിസ്റ്ററിനെ എടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. ക്ലാരി സിസ്റ്റർ വളരെ സ്നേഹവും കരുതലും സിസ്റ്ററിൻ്റെ കരുണയും ഒക്കെ എനിക്ക് വളരെ അനുഭവിക്കാൻ ലഭിച്ചു എന്നത് ഞാൻ ഈ സാഹചര്യത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. എൻ്റെ ജീവിത പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ ഈ പ്രിയ വിദ്യാലയമാണ്.
എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എൻ്റെ പ്രിയ സഹപ്രവർത്തകരെയും വളരെയേറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ 2 തലമുറയോളം സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും ആത്മാർത്ഥവും ആത്മസമർപ്പണത്തോടു കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു. അത് എന്നാലാകും വിധം ഞാൻ പരിശ്രമിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തയുമാണ്. ഈ കാലയളവിൽ മാനേജ്മെൻറ്റിൻ്റെയും HM സിസ്റ്റേഴ്സിൻ്റെയും സഹപ്രവർത്തകരുടെയും രക്ഷകർത്താക്കളുടെയും കുഞ്ഞുങ്ങളുടെയും പിന്തുണയും സ്നേഹവും സഹകരണവും എല്ലാം ലഭിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇനി ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിനകത്ത് കയറാനോ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനോ കഴിയില്ല എന്ന സങ്കടമുണ്ട്. അവരുടെ കുസൃതിക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അവരെ ശാസിക്കാനും ഒക്കെ എനിക്ക് കഴിയില്ല എന്ന വിഷമത്തിലും ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്ക് ലഭിച്ച അവസരം ഞാൻ ഒട്ടും തന്നെ പാഴാക്കിയിട്ടില്ല, പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ HM സിസ്റ്റർ നിസിമ DM-നെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുന്നതിന് കാരണക്കാര് തന്നെ HM സിസ്റ്ററാണ്. ഇവിടുത്തെ 1200ഓളം വരുന്ന കുഞ്ഞുങ്ങളുടെ പേര് എടുത്തു വിളിക്കാനും അവരുടെ പാരൻസിനെ തിരിച്ചറിയാനും ആ കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നും അവരുടെ വീട്ടിലെ ഓരോ സാഹചര്യം തിരിച്ചറിയാനും കഴിവുള്ള വളരെ മിടുക്കിയായ ഒരു HM സിസ്റ്ററാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സിസ്റ്റർ ഇന്നലെ വൈകുന്നേരം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു പാരൻറ്റ് വന്നു. ടീച്ചേഴ്സൊക്കെ അപ്പോൾ പോയി കഴിഞ്ഞിരുന്നു. എനിക്ക് ആ പേരൻറ്റിനെ അറിയില്ല. പക്ഷേ HM സിസ്റ്റർ പറയാണ്, ടീച്ചറെ ആ പാരൻറ്റിനെ ഒന്ന് ഡീൽ ചെയ്യൂ. അത് വണ്ണിയിലെ ഷിജിൻ്റെ നിതയുടെ ക്ലാസ്സിലെ ഷിജിൻ്റെ പപ്പയാണ്. ഞാൻ ആ പപ്പയെ കണ്ടിട്ടുമില്ല, എനിക്ക് ഷിജിനെ അറിയില്ല. എന്നാൽ അപ്പോൾ സിസ്റ്ററിന് അത്രയും സിസ്റ്റർ ഓരോ കുഞ്ഞുങ്ങളെയും വളരെ ക്ലീനായി വാച്ച് ചെയ്ത് അത് കുഞ്ഞുങ്ങളുടെ പാരൻസിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ 2 പേരെയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് സിസ്റ്റർ ജോബിൻ തെരേസ DM, ഒന്ന് നമ്മുടെ സ്വന്തം നിസിമ DM സിസ്റ്ററുമാണ്. എനിക്ക് നിസിമ സിസ്റ്ററിൻ്റെ കാലയളവിൽ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും ഞാനതിൽ വാക്കുകൾ വരുന്നില്ല, വളരെ സന്തോഷവതിയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ ഓരോ പ്രത്യേകത നമ്മൾ ടീച്ചേഴ്സിനും മാത്രമല്ല, നോൺ ടീച്ചിങ് സ്റ്റാഫിനായാലും എല്ലാ സ്റ്റാഫിനെയും ഒന്നുപോലെ കാണുകയും എല്ലാ സ്റ്റാഫിനും മത്സരങ്ങളൊക്കെ വയ്ക്കും. ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് ക്യൂസ് മത്സരം അതുപോലുള്ള പല മത്സരങ്ങളും വയ്ക്കുകയും നമ്മൾ വാശിയോടെ പഠിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നമുക്ക് ട്രോഫികൾ തരികയൊക്കെ ചെയ്യും. അത് ഞങ്ങൾ ടീച്ചേഴ്സിനെ വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാനും ഞങ്ങൾക്ക് ഇനി നന്നായി പഠിപ്പിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുവാനും സിസ്റ്റർ ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സും അങ്ങനെയാണ്. അധികം പിഴവുകളില്ലാത്തതും എന്നാൽ വളരെ അച്ചടക്കമുള്ളതുമായ ഒരു കൂട്ടം ടീച്ചേഴ്സ്. വിജയത്തിന് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും തയ്യാറായ ഒരു HM. അതാണ് ഞങ്ങൾ സ്റ്റെല്ല മേരീസിൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം. ടീച്ചറെ എന്ന ഒരു വിളി, അതാണ് എൻ്റെ ഈ 27 വർഷത്തെ അധ്യാപന ജീവിതത്തിലെ എൻ്റെ മികച്ച സമ്പാദ്യം എന്ന് പറയുന്നത്. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്. എവിടെ പോയാലും എനിക്ക് സഹായം. ഒരിടത്തും ഞാൻ കാത്തു നിൽക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഏത് ഓഫീസിൽ പോയാലും, ഹോസ്പിറ്റലിലാണെങ്കിലും, എവിടെ പോയാലും, ബാങ്കിൽ പോയാലും, ടീച്ചറെ എന്താ വേണ്ടത്, ടീച്ചർ ഒന്നിരിക്കണം, ഇപ്പം ശരിയാക്കി തരാം. താലൂക്ക് ഓഫീസിൽ പോയാലും ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവിടെ തീർച്ചയായും ഉണ്ടാവും ടീച്ചറെ എന്ന് വിളിച്ച്. അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വലിയൊരു ബഹുമതിയായി ഞാൻ കണക്കാക്കുകയാണ്. എന്തായാലും സ്റ്റെല്ല മേരീസിൻ്റെ വളർച്ചയുടെ പുതിയ പടവുകളിൽ അതിലൊരംഗമായി കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന സങ്കടമുണ്ട്. എങ്കിലും എൻ്റെ പ്രിയ വിദ്യാലയം നാൾക്ക് നാൾ വളരട്ടെ.
ഇനിയും ഈ നാടിൻ്റെ അഭിമാനമായി പരിലസിക്കട്ടെ. ഞാനും അതിൽ ഒരംഗമായിരുന്നു എന്ന് നന്ദിയോടെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അധ്യയന ജീവിതം ഔപചാരികമായി കഴിയുമ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും തരാൻ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ കുഞ്ഞുങ്ങളും സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യമുള്ള ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ നേരുകയാണ്. അവർ ഭാവി വാഗ്ദാനങ്ങളായി വളരട്ടെ. അവർക്ക് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഇത്രയും നല്ല ഒരു യാത്രയായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമെന്നും. എനിക്ക് പേടി തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എൻ്റെ ശിഷ്ടജീവിതത്തിൽ എനിക്ക് ഇനി ഓർത്തു വയ്ക്കാൻ ഈ നക്ഷത്ര തിളക്കമുള്ള കണ്ണുകളുടെ തിളക്കം മാത്രം മതി എനിക്ക് എന്ന് ഞാൻ തോന്നുന്നു. അത്രയ്ക്കും എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഒരു യാത്രയായപ്പോൾ അതിന് ഞാൻ മാനേജ്മെൻറ്റിനോടും എൻ്റെ HM-നോടും സ്കൂൾ അംഗങ്ങളോടും എൻ്റെ പ്രിയ രക്ഷകർത്താക്കളോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാൻ നന്ദിയും കടപ്പാടും ഉള്ളവളായി. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി പ്രസംഗം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.